ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്രം സീരിയലിന്റെ തമിഴ് റീമേക്കിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിന്റെ തമിഴ് ഭാഗമാണ് പറയണത്, അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴിലെ പോലെയാണ് മലയാളത്തിലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ വിക്രം ആണെങ്കിൽ തമിഴിലാണെങ്കിൽ വേദ ഗർഭിണി ആയിരിക്കുന്ന സമയത്താണ് ജയിലിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വിക്രത്തിന് അറിയായിരുന്നു വേദ ഗർഭിണിയാണെന്ന്. അതിനുശേഷം എന്ത് കുഞ്ഞാണ് ജനിച്ചതെന്ന് തന്നെ വിക്രത്തിന് അറിയില്ല. അപ്പൊ അത് അറിയാനും വേദനയൊന്ന് കാണാനും തന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കാണാനും വേണ്ടിയിട്ടാണ് വിക്രം ഓടിപ്പിടച്ച് നമ്മുടെ ജയിൽവാസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും വേദ തന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി എന്നുള്ള പരമസത്യം വിക്രം അറിയുകയും വിക്രം തളർന്നു പോകുകയും ചെയ്യുന്നത്. പക്ഷെ മലയാളത്തിൽ എന്തായാലും വേദ ഗർഭിണിയാണെന്നുള്ള കാര്യം വിക്രം അറിഞ്ഞിട്ടില്ല. പിന്നെ ആ വേദേന ഒരു പ്രൊമോയില് കാണിച്ചിരുന്നു. വേദ ബോംബെയിലോ ചെന്നൈയിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലനെ തിരിഞ്ഞ് നടക്കുന്ന ഭാഗം കാണിച്ചിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ എന്തായാലും വേദനെ സംരക്ഷിക്കാൻ ഒരാള് ഉണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ തമിഴില് വേദനെ സംരക്ഷിക്കാൻ ആരുമില്ല കേട്ടോ. വേദ തന്നെയാണ് കഷ്ടപ്പെട്ട് ആന്ധ്രാപ്രദേശിലേക്ക് പോയതും അവിടെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ പഠിച്ച് ഇത് ഇങ്ങനെ കളക്ടർ ആവുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ ഇതിൽ നമ്മുടെ വേദനെ സംരക്ഷിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സേതുവും പല്ലവിയും തന്നെയാണ്. അതെ, അവര് തന്നെയാണ് വേദനെ സംരക്ഷിക്കുന്നത്. കാരണം നമ്മുടെ അനിയൻകുട്ടന്റെ അവസാന നിമിഷങ്ങളിലും വേദയും വിക്രത്തിനും ശ്രീകാന്ത് പിടിച്ചോണ്ട് പോയ സമയത്തും അവിടെ വേദക്കും വിക്രത്തിനും കൂട്ടും താങ്ങും തണലുമായിട്ടൊരു കൂട്ടുകാരെന്ന് പറയാൻ സേതുവാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സേതു പല്ലവിയും തന്നെയായിരിക്കും വേദനെ സംരക്ഷിക്കുന്നത്. വേദ എവിടെ പോകുന്ന അറിയാണ്ട് നട്ടം തിരിഞ്ഞ വേദക്ക് താങ്ങും തണലുമായിട്ട് സേതുവും പല്ലവിയും അവിടെ എത്താണ്. അതിനുശേഷം വേദ തന്നെയായിരിക്കും അവരോട് പറയുന്നുണ്ടാവുക, അതായത് വേദ അവരുടെ കൂടെയാണെന്ന് ആരും അറിയരുത്. അത് വേദയുടെ ജീവന് മാത്രമല്ല അവരുടെ ജീവനും കൂടി ആപത്താണെന്ന് മനസ്സിലാക്കുന്ന വേദ അവരോട് ആ വാക്ക് മേടിക്കുകയാണ്, ഞാൻ ഇവിടെ ഉള്ള കാര്യം ആരോടും പറയരുത് എന്ന്. അങ്ങനെ പറയില്ലെങ്കിൽ ഉറപ്പ് തന്നെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുള്ളൂ എന്ന് പറയണം. അങ്ങനെ വേദ അവരുടെ കൂടെയാണ് നിൽക്കുന്നത് കേട്ടോ. അത് മാത്രല്ല വേദ ഗർഭിണിയാണെന്നുള്ള കാര്യവും കൂടി നമ്മുടെ പല്ലവിയും സേതു അറിയാണ്. എന്തൊക്കെ പറഞ്ഞാലും വേദ പറയരുതെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ സേതു പറയാതിരിക്കില്ല. തീർച്ചയായിട്ടും നമ്മുടെ വിക്രത്തിന് ജയിലിൽ പോയിട്ട് കാണുമ്പോ സേതു പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം കൺഗ്രാറ്റുലേഷൻസ് എന്നായിരിക്കും. അത് കേൾക്കുമ്പോ വിക്രം ചോദിക്കണ്ടേ, ഞാൻ ജയിലിൽ കിടക്കണേനാണ് സേതു നീ കൺഗ്രാറ്റുലേഷൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ അയ്യോ ഒരിക്കലുമല്ല, നീ ഒരു അച്ഛനാകാൻ പോകുന്നു എന്നറിഞ്ഞിട്ടാണ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞത് പറയുമ്പോഴാണ് വിക്രത്തിന് സന്തോഷമാവണ. അത് സത്യമാണോ പറയണെന്ന് ചോദിക്കുമ്പോ അതേ സത്യം തന്നെയാണ്, വേദ പ്രഗ്നന്റ് ആണ്, 2 മാസം പ്രഗ്നന്റ് ആണെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന വിക്രത്തിന് എങ്ങനെയെങ്കിലൊക്കെ പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള വിചാരം മാത്രമേ വിക്രത്തിനുള്ളൂ കേട്ടോ. പക്ഷെ വിക്രത്തിന് ആ ഒരു ശിക്ഷാ കാലാവധി കഴിയാനായിട്ട് ഒരു 6 വർഷം ആകും. അതുകൊണ്ട് തന്നെ ഓരോരോ ദിവസങ്ങളും വിക്രം തന്റെ കുഞ്ഞിപ്പോ വളർന്നിട്ടുണ്ടാകും, തന്റെ കുഞ്ഞ് ഇപ്പൊ ഇത്ര മാസമായിട്ടുണ്ടാകും, ഇത്ര വയസ്സായിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് തന്റെ കുഞ്ഞിന്റെ മുഖം വിക്രമായിട്ട് തന്നെ ആലോചിച്ചെടുക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ സേതു എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷിന്റെ കൂട്ടുകാരൻ കൂടിയാണ്. അതായത് വിക്രവും വേദയും കൂടി വിവാഹം മുടക്കിയിട്ട് പിന്നെ അവസാന നാളുകളിൽ വിവാഹം നടത്തിക്കൊടുത്ത നമ്മുടെ സന്തോഷിന്റെയും സ്ത്രീയുടെയും കൂട്ടുകാരനാണ് നമ്മുടെ സേതു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാരും കൂടി തന്നെയായിരിക്കും നമ്മുടെ വേദനെ സംരക്ഷിക്കുന്നുണ്ടാവുക. അപ്പൊ മലയാളത്തിൽ എന്തായാലും വേദനെ സംരക്ഷിക്കാൻ ആളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ തമിഴിൽ നമ്മുടെ വേദക്ക് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. വേദ ഒറ്റക്ക് തന്നെയാണ് പൊരുതി നേടിയ വിജയം തന്നെയാണ് കളക്ടർ ആവുക എന്നുള്ളത്. അത് മാത്രമല്ല വേദ കളക്ടറായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം വേദയുടെ നാട്ടിലേക്ക് തന്നെയാണ്. വേദയുടെ അച്ഛനെയും ബന്ധുക്കളെയും ആരും തന്നെ വേദ കുഞ്ഞിനെ കാണിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പിന്നെ അവരായിട്ട് തന്നെ വന്നിട്ടാണ് കുഞ്ഞിനെ കാണുന്നത്. വേദയും വിക്രം തമ്മിൽ ഭയങ്കര വഴക്കാണ്ട് തമിഴില്. കാരണം വിക്രത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ വേദ തന്റെ കുഞ്ഞിനെ കൊന്നു, അതായത് വയറ്റിൽ വെച്ചിട്ട് തന്നെ വേദ തന്റെ കുഞ്ഞില്ലാതാക്കി എന്നുള്ളൊരു തെറ്റിദ്ധാരണ വിക്രത്തിനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വിക്രം വേദയെടുത്ത് വല്ലാത്തൊരു രീതിയിലാണ് പെരുമാറുകയും കാര്യങ്ങളൊക്കെ. കാരണം വെച്ചാൽ വേദ തന്റെ കുഞ്ഞെ കൊന്നുകൊണ്ട് തന്നെ വേദന ശത്രുവായിട്ടാണ് കാണുന്നത്. ആ സമയത്താണ് ഇവർക്ക് ഇങ്ങനെ കുടുംബത്തിൽ പല പല പ്രശ്നങ്ങളും വരുന്നത് കൊണ്ട് കമല അവരുടെ കുടുംബ ജോത്സ്യനെ വിളിച്ചു വരുത്താണ്. എന്നിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പറയണമെന്ന് പറയാണ്. ഇത് തമിഴിലെ ഭാഗം കേട്ടോ. തമിഴിൽ ഈ സീസൺ 2 തുടങ്ങുമ്പോൾ തന്നെയുള്ള ഭാഗമാണ്. അപ്പൊ കുടുംബ ജോലിസ് നോക്കിയതിനു ശേഷം നമ്മുടെ കമലയെടുത്ത് പറയുന്നുണ്ട് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് വേറൊന്നല്ല മരിച്ചുപോയ, അതായത് മാഷ് മരിച്ചു എന്ന രീതിയിലാണ് സീസൺ 2 കാണിക്കുന്നത്. അത് മരിച്ചുപോയ മാഷിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ വേണം നടത്തി കൊടുക്കാൻ എന്ന് പറയാണ്. അപ്പൊ എന്താണ് എന്ന് കമല ചോദിക്കുമ്പോൾ പറയും അത് കുടുംബത്തിലെ എല്ലാവരും ഒത്തൊരുമയോടുകൂടെ നിന്നിട്ട് നമ്മുടെ മാഷിന് ആഗ്രഹമുള്ള പോലെ തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുക, അവിടെ എല്ലാവരും കൂടി ചേർന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക, അതാണ് മാഷിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് എന്ന് പറയണം. അപ്പൊ അത് കേൾക്കുന്ന കമല വിചാരിക്കുകയാണെങ്കിൽ മാഷ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വേദേനെയും കൂടി വിളിക്കണമല്ലോ, കുടുംബം എല്ലാരും കൂടി എന്ന് പറയുമ്പോൾ വേദയും കൂടി അതിൽ പെടും. അങ്ങനെ വേദേനെ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ വിക്രം പറഞ്ഞ അവളെ വിളിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി പോയാൽ മതി എന്ന് പറയണം.
കമല പറയണ്ട് നിന്റെ അച്ഛൻ ആഗ്രഹിച്ചത് കുടുംബത്തിലെ എല്ലാവരും വേണമെന്നാണ്. അതില് വേദയും പെടും. അറിയാലോ, ജീവനോടെ ഇരുന്ന സമയത്ത് നിന്റെ അച്ഛനെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ വേദയായിരുന്നു. അതുകൊണ്ട് വേദയും വേണമെന്ന് പറഞ്ഞിട്ട് കമല തന്നെ വേദനെ വിളിക്കണം ഈ സംഭവത്തിന്. ഈ കുടുംബക്ഷേത്രത്തിൽ വരുമെന്നുണ്ടെങ്കിലും ആരും വേദനടുത്ത് സംസാരിക്കുമെന്നില്ല കേട്ടോ. വേദന ഒരു ശത്രുവിനെ പോലെയാണ് എല്ലാവരും കാണുന്നത്. കാരണം അവരുടെയൊക്കെ മനസ്സിൽ വേദ കുഞ്ഞിനെ കൊന്ന ഒരു അമ്മയാണ്. അപ്പൊ വേദടുത്ത് ഇങ്ങനെ വേദ സ്നേഹത്തോട് കൂടി തന്നെ കമലയെടുത്തും മേടത്തിനടുത്തൊക്കെ സംസാരിക്കാൻ പോകുവാണ്. അപ്പൊ ശ്രീജടത്തിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ശ്രീജടത്തി നല്ല സ്നേഹത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അമ്മ മുഖവും വീർപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ വേദക്ക് ഭയങ്കര വിഷമവും കേട്ടോ. പിന്നീട് വേദ നേരെ പോണത് നമ്മുടെ മാഷിന്റെ ഫോട്ടോയുടെ മുമ്പിലാണ്. എന്നിട്ട് മാഷിന്റെ അടുത്ത് വേദ സംസാരിക്കാണ്. ഫോട്ടോ നോക്കി, അച്ഛാ എനിക്കറിയാം ഞാൻ എന്താണെന്നും ഞാൻ ചെയ്തത് ശരിയാണെന്നും ഒരേ ഒരു ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് അച്ഛനെ മാത്രമാണ്. അച്ഛനെ മാത്രമേ ഈ കുടുംബത്തിൽ എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അച്ഛൻ ഇപ്പൊ കൂടിയില്ലാത്തതിന്റെ വിഷമം മാത്രമേ എനിക്കുള്ളൂ. അച്ഛൻ പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കാണാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലായിരുന്നു അച്ഛൻ. അതുകൊണ്ടാ വരാതിരുന്നത്. അച്ഛന്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കണം. ഈ കുടുംബത്തോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്താണ് എന്റെ ജീവിതത്തിൽ നടന്നെന്നുള്ള കാര്യം അച്ഛനെ നന്നായിട്ട് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാഷിനോട് മാഷിന്റെ ഫോട്ടോ എടുത്ത് മാത്രം സംസാരിച്ചിട്ടാണ് വേദ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സ്വന്തം ആ സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം തമിഴിലുള്ളതാണ് ഞാൻ പറയുന്നത്. മലയാളത്തിൽ എന്തായാലും നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.